തിരുവനന്തപുരത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ നാട്ടിൽ കാട്ടാനകളുടെയും ഒപ്പം വന്യജീവികളുടെയും ഒക്കെ ആക്രമണം പതിവാണെന്ന് നേരത്തെ തന്നെ പരാതിപ്പെട്ടിരുന്നതാണ്. ഒരു വർഷം മുൻപ് റംസാൻ ഭക്ഷ്യക്കിറ്റ് നൽകാൻ വന്നവരോടാണ് സോഫിയയും കുടുംബവും പരാതിപ്പെട്ടത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഇതിലെ കൂടെ നമ്മൾ വന്നില്ലേ, ആ വഴി കൂടെ അടിവശ ആടിനെ ഞാൻ പറഞ്ഞില്ലേ, ആടിനെ പിടിക്കും. നമ്മുടെ ആടിനെ പിന്നെ ഒരു പശുവിനെ പിടിച്ച് പിന്നെ അല്ലെങ്കിൽ ഒരു മൂരിയെ പിടിച്ച് പിന്നെ കുറെ ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ ആടിനെ ഇതിനൊക്കെ കൊടുത്തിട്ടാണ് 5 പട്ടികളെ പിടിക്കും. പട്ടി എവിടുന്നാ കൊണ്ടുപോയത്? നമ്മുടെ മുറ്റത്തുനിന്ന് കൊണ്ടുപോയത്. പുലി വരുമ്പോ ഇവിടെ അല്ല, ഈ കഴുത്തിന് പിടിച്ചോണ്ട് പോകുമല്ലേ? കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഓടി വീണ് എന്റെ മുട്ടൊക്കെ ഇതായി. ഞങ്ങൾ മെഡിക്കൽ റെസ്റ്റ് ചികിത്സയൊക്കെ ആയിരുന്നു. കൂടെ ഞാൻ ആനയെ കണ്ടിട്ടുണ്ടോ പോകുന്ന വഴിക്ക്? എന്റെ പൊന്നു പറഞ്ഞു കണ്ടിട്ടില്ലേ? എവിടെ വെച്ചുണ്ട്? അവിടെ പുള്ളി പോകുമ്പോ കാണിക്കും, നിങ്ങൾ അങ്ങോട്ട് പോകും. ആന നേടെ വരുമോ, കൊച്ചു വീണു, ആന പേടിച്ചോണ്ട് നിങ്ങൾക്കിപ്പോ രാത്രി തന്നെ ആവശ്യം വന്നാലോ? മഞ്ഞിറങ്ങാം. പാഞ്ചാലിമണ്ണിന് അവര് പറഞ്ഞിട്ടുണ്ട് സന്ധ്യ ആവുന്ന മുമ്പ് എവിടെ ഓട്ടത്തിന് വിളിച്ചോണോ, അല്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു. അവർക്ക് ജീവനെ പേടിയില്ല. അവർക്കൊക്കെ കണ്ടിട്ട് ഈ ആനയുടെ ശല്യങ്ങാനുള്ള ബസ്സും കൂടെ നിന്നുപോയി. പിള്ളേരുടെയൊക്കെ വീടുകളിൽ എല്ലാരും ഒന്ന് കാണാം. ഇപ്പൊ ഞാൻ എന്റെ വീട് തന്നെയല്ല, ഇങ്ങനെയുള്ള പിള്ളേരെ എല്ലാ കുട്ടികളുടെ വീട്ടിൽ ഇപ്പൊ അവരുടെയൊക്കെ ക്ഷേമം നോക്കണം. എന്നാലല്ലേ അവര് ഞങ്ങള് കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുട്ടികളുടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുക.